അതിലേക്കാണ് ഉറപ്പതിച്ചത്. മൃഗങ്ങൾ അങ്ങനെ ചെയ്യാറില്ല, മൃഗങ്ങൾ ഒരിക്കലും അത് ചെയ്യാറില്ല. അതുപോലെ എല്ലാ വൃത്തികേടുകളും, മദ്യപിക്കുന്നത് അത് അന്തസ്സാണ്. പെണ്ണുങ്ങളൊക്കെ മദ്യപിക്കുന്ന വീഡിയോ എപ്പോഴും പ്രചരിപ്പിക്കും. ഇത് ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞതല്ല, മദ്യപാനം പെണ്ണുങ്ങൾക്കും പറ്റും. പെണ്ണുങ്ങൾ സിഗരറ്റ് വാങ്ങി വലിച്ച് വീഡിയോയിൽ കിട്ടുകയാണ്. എന്താ കാരണം? സിഗരറ്റ് വലി പെണ്ണുങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ മയക്കുമരുന്നും മദ്യവും വൃത്തികേടുകളും നിറഞ്ഞു നിൽക്കുന്ന, അതൊക്കെ വേണം എന്ന് വാദിക്കുന്നതാണ് ആധുനിക ലിബറലിസം. എന്ത് മൃഗീയതയുമാവാം, ഒരു മനുഷ്യന് എന്തുമാവാം. ആകെ ദുനിയാവെന്ന് നശിപ്പിക്കുന്ന ലിബറലിസം അദബ് എന്ന് പറഞ്ഞ ഒന്നാണ്. മൈ ബോഡി മൈ ചോയ്സ് എന്നാ പറയാ. അത് ബാപ്പ ഇടപെടണ്ട, എൻ്റെ ശരീരമാണ്, എൻ്റെ ഇഷ്ടമാണ്. അതിൽ ബാപ്പാക്ക് എന്ത് കാര്യം, ഉമ്മാക്ക് എന്ത് കാര്യം? നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആളെ കല്യാണം കഴിക്കാനല്ല ഞങ്ങൾക്ക് ഞങ്ങളെ സ്വാതന്ത്ര്യം, എൻ്റെ ബോഡി എൻ്റെ ചോയ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറാനാണ് ലിബറലിസം പഠിപ്പിക്കുന്നത്. അങ്ങനെ പോയാൽ എന്താ? ഇപ്പൊ വേറൊരു വിഭാഗം വരുന്നു, കല്യാണമേ വേണ്ട, വിവാഹം അടിമത്വമാണ്. ഒരുത്തരം കല്യാണം കഴിച്ചാൽ ഓൻ പറയുന്നത് പോലെ കേട്ട് നടക്കണം. രാത്രി പുറത്തിറങ്ങാൻ പറ്റൂല, പോണെങ്കിൽ ഓനോട് ചോദിക്കണം, പകൽ പോണെങ്കിൽ ഓനോട് ചോദിക്കണം. എന്നിട്ട് അവരെ ഭാഷ എന്താ അറിയോ? എന്നിട്ട് അവൻ പറയുന്നൊക്കെ കേൾക്കണം. അതുകൊണ്ട് കടിക്കുന്ന പട്ടിനെ ആരെങ്കിലും പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. ഒരു പുതിയപ്പളത്തിനാണ് കടിക്കുന്ന പട്ടിയെ കാശ് കൊടുത്ത് വാങ്ങുന്നതിന് തുല്യമാണ്. ഓൻ പറയും പോലെ കേട്ട് നടക്കണ്ടേ? അതുകൊണ്ട് വിവാഹം വേണ്ട, മക്കള് വേണ്ട. അത് പറയുന്നത് നല്ലൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന, സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾ കാണുന്ന റിയാലിറ്റി ഷോകളുണ്ട്. ഈ റിയാലിറ്റി ഷോകളിൽ അണിഞ്ഞൊരുങ്ങി ചുണ്ടു ചോപ്പിച്ച് വന്നിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ആർക്കും പുതിയാപ്പിളാരില്ല, എല്ലാം പുതിയാപ്പിളാരെ ഇറക്കി വിട്ടതാണ്. എന്നിട്ട് തോണി മറിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറാണുള്ള നല്ലത് എന്ന് പറഞ്ഞ പോലെ ഏതായാലും ഭർത്താക്കന്മാരെ ഇറക്കി വിട്ടപ്പോൾ ഇവർ പറയാം, എന്തൊരു സുഖം, ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോൾ പോകാം, ഇഷ്ടം ഉണ്ടാകുമ്പോൾ വരാം. അപ്പോൾ പാട്ടിൻ്റെയൊക്കെ റിയാലിറ്റി ഷോ അല്ലേ, അതിലിങ്ങനെ ജഡ്ജസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരൊറ്റൊന്നിനും പുതിയാപ്പിളാരില്ല, എല്ലാം ഇറക്കി വിട്ടതാണ്. ഇപ്പൊ സ്വന്തം തടിയാണ്, ഇപ്പൊ അവർക്ക് പ്രയാസങ്ങൾ. അപ്പൊ അവർ പറയാം, നല്ല മറ്റുള്ളവരെ പറ്റിക്കാൻ നമുക്ക് നല്ല സുഖമാണ്, ആരോട് ചോദിക്കണ്ട, ഏത് അർദ്ധരാത്രി പുറത്തിറങ്ങണമെങ്കിലും ഞങ്ങൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങും, ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ നടക്കുവോ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വളരെ സർവ്വ സ്വതന്ത്രനാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ കുട്ടിയൊക്കെ തോന്നുക, ശരിയാണ്, ഒരു പുതിയാപ്പിള അല്ലെങ്കിൽ എന്താ, നമുക്ക് എപ്പോഴും പോകാൻ വരാം, ആരോടും ചോദിക്കണ്ടല്ലോ. അപ്പൊ അതബ് വേണ്ട, പൊരുത്തം വേണ്ട, ഒരു മനുഷ്യൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ ചെയ്യാം. ഉമ്മയും ബാപ്പയും വരെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടണ്ട എന്ന ഒരു പുതിയ ചിന്തയാണ് ലിബറലിസം. നിങ്ങളെ മക്കൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാഞ്ഞാൽ ഇതൊക്കെ കുട്ടികളെ ആകർഷിക്കും. ആ രീതിയിൽ പോലെ ഇവർക്ക് ചിന്തയില്ല. ഇന്നത്തെ പുതിയ തലമുറയുടെ അവസ്ഥ എന്താണെന്ന് അറിയുന്നത്, സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തലമുറയാണ്. സ്നേഹം എന്താണെന്ന് അറിയില്ല. നമ്മുടെ മക്കള് ഏതെങ്കിലും ഒരു വൃത്തികേടിലേക്ക് പോകുമ്പോൾ, അരുത് മക്കളെ, അത് വിഷമമാണ്, ചെയ്യരുതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ശത്രുവായി. ഇവർക്ക് കൂട്ടു നിൽക്കുന്ന ആൾക്കാർ പോലെ മിത്രങ്ങളായി. യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നത് ആരാണ്? നമ്മുടെ മാതാപിതാക്കളാണ്. അവര് അരുതെന്ന് പറഞ്ഞാൽ നമ്മളെ നന്മക്ക് വേണ്ടിയാണ്. ഉസ്താദുമാര് അരുതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. അതുപോലെ ചിന്തിക്കാൻ അറിയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്ലാസ് അധ്യാപകൻ, ആ ക്ലാസ് അധ്യാപകൻ തലേന്ന് എഴുതാൻ വേണ്ടി കൊടുത്തിരുന്ന കാര്യം, പാഠം എഴുതി കൊണ്ടുവരണം, ക്ലാസ്സിലത് എല്ലാവരും എഴുതി കാണിക്കണം എന്ന് പറഞ്ഞു. കുട്ടികൾ പലരും, ചിലരൊക്കെ സാധു കുട്ടികൾ എഴുതി കൊണ്ടുവരും, ചില കുട്ടികളെ എഴുതി കൊടുത്തില്ല. ഇവരെ എഴുതിയിട്ടില്ല. അപ്പോൾ മാഷ് പറയാം, അത് സാരല്ല, കുഴപ്പമില്ല, എഴുതണ്ട. ഒരു കുട്ടി ചോദിക്കാം, ഞാൻ നേരത്തെ വീട്ടിൽ പോട്ടെ, പോയിക്കോളും, കുഴപ്പമില്ല, നീ പോടും. ഒരു കുട്ടി പറയും, നാളെ ലീവ് വേണം, ലീവ്. ഇങ്ങനെ പറയുന്ന അധ്യാപകനോട് കുട്ടികൾക്ക് സ്നേഹം അല്ലേ? കുട്ടികൾ എന്ത് പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ? കുട്ടികൾ എന്ത് ലീവ് ചോദിച്ചാലും ലീവ് കൊടുക്കുകയാണ്. നേരം വൈകി വന്നാൽ അധ്യാപകർ ഒന്നും പറയുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് അദ്ദേഹത്തിനോട് വലിയ സ്നേഹം ഉണ്ടാവും. ഇപ്പുറത്തൊരു അധ്യാപകൻ ലീവ് ചോദിച്ചാൽ, എന്തിനാണ് ലീവ്? നീ എന്തിനാ നിന്റെ ക്ലാസ് കട്ട് ചെയ്യുന്നു? രക്ഷിതാക്കളെ വിളിക്കണം, ഉമ്മാനെ ഫോൺ ചെയ്യണം, ഉപ്പാനെ ഫോൺ ചെയ്യണം, അല്ലാതെ ലീവ് കൊടുക്കൂല. എഴുതി കൊണ്ടുവരാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി കാണിക്കണം, എഴുതിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയും. കർക്കശക്കാരനാണ്. ആദ്യം പറഞ്ഞ അധ്യാപകനോടാണ് കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാകുക. ഇതിൽ യഥാർത്ഥത്തിൽ ഈ കുട്ടിനെ സ്നേഹിക്കുന്നത് ആരാ? ഏത് അധ്യാപകൻ? കുട്ടി പറയുന്നതിനൊക്കെ നിന്നു കൊടുക്കുന്ന, അവൻ ലീവ് ചോദിക്കുമ്പോൾ ലീവ് കൊടുക്കുന്ന, അല്ലേ, അവൻ എന്ത് ചെയ്താലും ഒന്നും മിണ്ടാത്ത അധ്യാപകനോടാണ് കുട്ടിക്ക് സ്നേഹം ഉണ്ടാകുക. പക്ഷെ അതല്ലല്ലോ സ്നേഹം. ശരിക്കും ആ കുട്ടിനെ സ്നേഹിക്കുന്ന ആരാണ്? ആ കർക്കശക്കാരൻ. എന്തിനാണത്? ഇന്ന് കർക്കശമാക്കി കഴിഞ്ഞാൽ നാളെ അതുകൊണ്ട് മെച്ചം കിട്ടും. ഇപ്പൊ നേരത്തോടെ പ്രസംഗിച്ച ഡോക്ടർ ഷാഫി, അവൻ 4ാം ക്ലാസ്സിലൊക്കെ മദ്രസയിൽ പോയിട്ടുള്ളതിൻ്റെ ഓർമ്മ, അല്ല സ്കൂളിൽ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ സ്കൂളിൽ പോയി. പിന്നീടാണ് എൻ്റെ അടുത്ത് എത്തുന്നത്. പിന്നെ എന്നോട് പറയും, ആ സ്കൂളിൽ പോണേയില്ല, എൻ്റെ സ്കൂളാവില്ല, പള്ളിദർസിലോ, ഞാൻ അവന് പറ്റില്ല. എന്നിട്ട് SSLC ട്യൂഷൻ കൊടുത്ത് പഠിപ്പിച്ച്, അന്നത്തെ SSLC കുറേ മുമ്പാണ്, അന്ന് 2nd ക്ലാസ്സായി പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞു, എടാ 4ാം ക്ലാസ് വരെ പോയ നിനക്ക്
SSLC പരീക്ഷ ഇന്നത്തെ SSLC ഭയങ്കര കർക്കശാണ്. അത് തൂങ്ങിച്ചാണ കാലം SSLC തോറ്റാല്. അന്ന് സെക്കൻഡ് ക്ലാസ്സോട് കൂടെ വെറും 4ാം ക്ലാസ് പോയ ഒരാൾ അല്ലെങ്കിൽ 5ാം ക്ലാസ് അത്രേ ഉള്ളൂ. പിന്നെ പോവാതെ 10ാം ക്ലാസ്സാണ് എഴുതുന്നത്. എന്നിട്ട് നിർബന്ധിച്ച് ഞാൻ എഴുതിച്ചതാണ്. അങ്ങനെ എഴുതി അതിലും പാസ്സായി. പിന്നീട് അങ്ങനെ തുടർന്ന് പഠിച്ച് ഇന്ന് ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ NIT-യിലെ അസിസ്റ്റീവ് പ്രിൻസിപ്പളായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഡോക്ടറേറ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് മാർഗദർശനം കൊടുക്കുന്ന ആളാണ്. അത്ര വലിയ ദർജയിലെത്തി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്ക് അതിന് കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ കർക്കശമാക്കുന്ന ആളാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അന്ന് നമ്മളങ്ങനെ കർക്കശമാക്കിയതുകൊണ്ട് ഇന്ന് അവരൊരു വലിയ ദർജ കിട്ടും. അതുപോലെ മാതാപിതാക്കളായാലും ഉസ്താദുമാരായാലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ കർക്കശമാക്കിയാൽ ഇന്നത്തെ തലമുറ അവരോട് വെറുപ്പാണ് അല്ലേ? അധ്യാപകന്മാരെ മർദ്ദിക്കുന്ന വീഡിയോ കാണുന്നു നമ്മൾ. അധ്യാപകന്മാരോട് നാളിപ്പോ വീഡിയോയിൽ കണ്ട് ചെറിയൊരു കുട്ടി പിറ്റേന്ന് മാപ്പ് പറഞ്ഞെങ്കിലും അല്ലെ, ചെറിയൊരു പയ്യൻ പ്രിൻസിപ്പാളോട് ക്ലാസ് മാഷോട് പറയണം, പുറത്തിറങ്ങിയ തട്ടിക്കളയും ഞാൻ. ഈ പറയുന്ന ആൾക്ക് ഈ മാഷൊരു കയ്യിന്റെ വണ്ണ, ഇദ്ദേഹത്തിന്റെ കയ്യിന്റെ വണ്ണം മാത്രമേ ഉള്ളൂ. ഈ പയ്യൻ പുറത്തിറങ്ങിയ ഞാൻ തട്ടിക്കളയും. എവിടെ നിന്ന് കിട്ടി ആ വികാരം? അതുപോലെ ഈ ഇടക്ക് ഒരു ഉമ്മാനെ മകൻ വെട്ടിക്കൊന്നുകൊണ്ട്, ആകെ ഒരു മോനാണുള്ളത്. ആ മോന് വേണ്ടി ജീവിക്കുന്ന ഉമ്മയാണ്. പക്ഷെ മകൻ കഞ്ചാവില് മയക്കുമരുന്നിൽ പെട്ടുപോയി. മയക്കുമരുന്ന് പെട്ട് ഇവര് കല്യാണം കഴിക്കാൻ വേണ്ടി മഹർ വരെ ഉമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. മകനൊന്നും ആകെ ഒരു മോനേ ഉള്ളൂ. ഉമ്മ കൂലിപ്പണിയെടുത്ത് പാപ്പ ചെറുപ്പത്തിൽ ഇട്ടേച്ച് പോയതാണെന്ന് എൻ്റെ ഓർമ്മ. അതോ മരിച്ചോന്നറിയില്ല. എന്നിട്ട് ഉമ്മ കൂലിപ്പണിയെടുത്ത് ഇവനെ പോറ്റി വളർത്തി ഇവനൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി പെണ്ണ് തെരഞ്ഞ് മഹർ ഉമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് മരിക്കണം ഉമ്മാൻ്റെ ആഗ്രഹം. പക്ഷേ മകൻ കഞ്ചാവിന് അടിമപ്പെട്ടോന്നും മയക്കുമരുന്നിന് അടിമപ്പെട്ടോന്നും ഉമ്മ അറിയില്ല. അങ്ങനെ മയക്കുമരുന്നിന് അടിമപ്പെട്ട വിവരം ഉമ്മ തന്നെ പണം ചെലവാക്കി ബാംഗ്ലൂർ ഈ മയക്കുമരുന്ന് മോചിപ്പിക്കുന്ന റിലാക്സ് ആകുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്ത് ഭീമമായ പൈസ കൊടുത്ത് അവിടെ നിന്ന് അവനെ മാറ്റിയെടുക്കാൻ, മയക്കുമരുന്ന് അഡീഷണൽ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ആ ഇടയ്ക്ക് ഉമ്മാക്ക് ഓനെ കാണാതെക്കാൻ പറ്റണില്ല. ഉമ്മ പറഞ്ഞു, ഒന്ന് ഓനോ വരണം, ഓനൊന്ന് കണ്ടുപോയിക്കോട്ടെ, അത്ര സ്നേഹം ഉമ്മാക്ക്. അങ്ങനെ ആ കാണാൻ വന്ന ദിവസം തന്നെ ഉമ്മാനെ തലങ്ങും ബലങ്ങും വെട്ടി നുറുക്കി ആ മകൻ ജയിലിൽ പോയി. എന്തിനാ കൊന്നതെന്ന് ചോദിച്ചു. ജന്മം നൽകിയതിനുള്ള ശിക്ഷയും കൊടുത്തത്, എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ കൊടുത്തതാണ്. ഇത് കൂളായിട്ടോ പറയുന്നത്. എന്നെ ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ്. ഉമ്മ കാണാൻ പൂതിയായിട്ട് വിളിച്ചു വരുത്തിയതാണ്. ഓൻ്റെ മഹർ ഉമ്മാൻ്റെ മയ്യത്തെടുക്കുമ്പോൾ ഉമ്മാൻ്റെ പെട്ടിയിൽ ഓന് പെണ്ണിട്ടുള്ള മഹർ ഉമ്മ വാങ്ങിച്ചത്. എൻ്റെ ആ കാരണം നല്ല മോനായിരുന്നു അത്. പക്ഷേ മയക്കുമരുന്നിൽ പെട്ടുപോയി. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും പേപ്പറിലത്. ഈ അടുത്താണ്, ഒരു മാസമായിട്ടില്ല. മയക്കുമരുന്ന് നമ്മളെ കുട്ടികൾക്കൊക്കെ പലർക്കും നമുക്കറിയില്ല. പല കുട്ടികളും ഇത് സ്കൂൾ തലത്ത് തന്നെ ഉപയോഗിച്ച് വരികയാണ്. അരുത്, ഇത് തെറ്റാണ്. ഇത് ഞാൻ ഉപയോഗിച്ചാൽ എൻ്റെ ഉമ്മാനോട് എനിക്ക് വെറുപ്പ് വരും, ബാപ്പാനോട് വരും. ഇത് അരുത് എന്ന് പറയുന്ന എല്ലാവരും ശത്രുവാണ്. നീ അത്തരം കാര്യം പ്രവൃത്തി ചെയ്യരുതേ എന്ന് പറയുന്ന ആളുകളൊക്കെ പിന്നെ ഈ മക്കൾക്ക് ശത്രുവായി. ഈ മയക്കുമരുന്നും മദ്യത്തിനും അടിമപ്പെട്ട ആളുകൾ പലപ്പോഴും കൊല്ലാറുള്ളത് ഉമ്മാനെയാണ്. ഞാൻ ഉമ്മയാളെ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ. ആ ഉമ്മാനെ തട്ടിക്കളി നിങ്ങൾക്കറിയാലോ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു പുതിയ തലമുറ രൂപപ്പെട്ടു വരികയാണ്. അവർക്ക് ആരെയും പേടിയില്ല. മുമ്പ് അധ്യാപകന്മാരെ പേടിയാണ്. ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കൽ എന്താ? ഉസ്താദ് തല്ലും, ഉസ്താദ് ദേഷ്യം പിടിക്കും, ആന മദ്രസ ചേർക്കട്ടെ, ഉസ്താദിന്റെ അടുത്തെത്തിയാൽ കാണാം. അപ്പൊ ഉസ്താദിനൊരു പേടിയൊരു ബഹുമാനം ഉണ്ടായിരുന്നു. ഒന്നും ഉസ്താദിന് പേടിയില്ല. നമ്മളെ ജംസ് പറയും, ചിലപ്പോൾ കുട്ടികളെ പേടിപ്പിച്ചാൽ കുട്ടികളെന്തെങ്കിലും പറഞ്ഞാൽ പറയും, ഉസ്താദിനെ ചൈൽഡ് ലൈൻ എന്ന് പറയും. എന്നാ ചൈൽഡിനെ ഫോൺ ചെയ്യാൻ വേണ്ട ഉസ്താദിനെ പിടിച്ചോണ്ടു. ചൈൽഡിലേക്ക് ഒരു ഫോൺ ചെയ്താൽ പിടിച്ചോണ്ടു. കുട്ടികൾക്ക് എന്താ അറിയാം. അതുകൊണ്ട് ഒരു അക്ഷരം കുട്ടികളോട് മിണ്ടാൻ പറ്റൂല, മാതാപിതാക്കൾക്കും മിണ്ടാൻ പറ്റൂല. അതും പറ്റൂല. നമ്മളെ അനുഭവത്തിലുണ്ട് ഒരു കുട്ടി പങ്ങളെ വല്ലാതെ ദ്രോഹിച്ച് ഇടങ്ങാറാക്കി. അപ്പോൾ ബാപ്പ എന്താവും, അതിന് ശിക്ഷ കൊടുത്തതിന് ഓൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, എന്നെ ബാപ്പ പീഡിപ്പിക്കുന്നു തന്നെയാണ് അല്ലേ? നമുക്കറിയണ കുട്ടി, ഇവർക്കൊക്കെ അറിയാം. പോയിട്ട് അപ്പോൾ SI നല്ലൊരാളായതുകൊണ്ട് എന്താടാ ബാപ്പ ചെയ്യുന്നത്, എന്താ പ്രശ്നം? ബാപ്പാനെ വിളിച്ച് നോക്കുമ്പോൾ ഈ പെങ്ങളെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ ബാപ്പ അമ്മി ഇടപെട്ടതാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് പറയുന്നത്, എനിക്ക് നീതി വേണം ഉമ്മാനും ബാപ്പാനെ അടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം ഈ രീതിയിലേക്ക് ആരോടും കിടപ്പാടില്ല. ഉമ്മാനോടില്ല, വാപ്പാനോടില്ല, ഉസ്താദുമാരോടില്ല, തലമൂത്ത ആളുകളോടില്ല, ആരോടും ബഹുമാനവും ആദരവും ഇല്ലാത്ത എൻ്റെ ഇഷ്ടം. ഓരോ മനുഷ്യനും എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നടക്കട്ടെ എന്ന്. എന്തെല്ലാം ലോകത്തുനിന്ന് നടക്കുന്നത് അല്ലേ? അതായത് എന്താണ്, സ്വയംഭോഗം ചെയ്യുന്ന ദിനം ആചരിക്കേണ്ടത്. ലോകത്ത് നിങ്ങൾ കേട്ടണം അങ്ങനത്തെ സംഭവം. സ്വയംഭോഗം ചെയ്യാൻ അധ്യാപക ദിനം, വിദ്യാർത്ഥി ദിനം എന്ന് പറഞ്ഞാൽ സ്വയംഭോഗ ദിനമുണ്ട്. നമ്മളെ കേരളത്തിലെ കലാലയങ്ങളിൽ ആചരിക്കുന്നത്. ആ കലാലയത്തിലാണ് നിങ്ങളെ മക്കൾ, എൻ്റെ മക്കൾ, നിങ്ങളെ മക്കൾ പഠിക്കുന്നത്.
അപ്പൊ എത്ര ചീഞ്ഞ ഒരു സംസ്കാരത്തിലേക്കാണ് ഈ തലമുറയെ കൊണ്ടുപോകുന്നത്. അവിടെയാണ് ദർസിന്റെ മദ്രസിന്റെ ഒക്കെ മഹത്വങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതും കൂടിയാണ് അസ്തമിച്ചാൽ ഇപ്പൊ പലർക്കും മദ്രസകളില്ല. മദ്രസ എന്ന് പറയുന്ന സിസ്റ്റം കുറഞ്ഞു വരിക, കുട്ടികൾ കുറയുക. പേരിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു കുറഞ്ഞ സമയം എന്തെങ്കിലും കൊടുത്തിട്ട് മദ്രസ വിദ്യാഭ്യാസമായി എന്ന് വിചാരിക്കും. ഇതുപോലെ മദ്രസക്ക് താല്പര്യം കൊടുത്ത് മദ്രസ നടത്തുന്ന മഹല്ല് കമ്മിറ്റി വളരെ കുറവാണ്. ഒരു സൺഡേ ക്ലാസ് പോരെ എന്ന് ചോദിക്കുന്ന ആളുകൾ കൂടി ഇപ്പൊ പല പുത്തനാശയക്കാർക്കൊക്കെ അങ്ങനെയുള്ളൂ. അവർക്കൊക്കെ പലപ്പോഴും ഒരു സൺഡേ ക്ലാസ് അവരാണ് ആശയം കൊണ്ടുവന്നത്. എന്തിനാ ഈ ഉളൂരിന്റെ ഷർത്തും പറന്നും കുറേ ചൊല്ലിപ്പടിക്കണത്? അത് ഞായറാഴ്ചക്ക് ഒരു ദിവസം കൊടുത്താൽ പോരെ, ആഴ്ചക്കൊരു ക്ലാസ് പോരെ? അത് കേക്കേ വേണ്ടു നമ്മളമ്മമാർക്കും രക്ഷിതാക്കൾക്കും താല്പര്യം. എന്നാൽ ഒരു ദിവസം മാത്രം കുട്ടികളെ മദ്രസ പറഞ്ഞാൽ ഇടങ്ങാറായാൽ മതി, പിന്നെ 6 ദിവസം അമ്മക്ക് സുഖമാണ്. ഇപ്പൊ 2-3 കുട്ടികളെ മദ്രസയെ പറഞ്ഞേക്കാണ്ടെങ്കിൽ ചെറിയ പണിയൊന്നും നല്ലത്. അപ്പൊ ഒരു സൺഡേ ക്ലാസ് എന്ന് പറഞ്ഞ് ഒരു ആശയം വന്നാൽ അത് ഏതാ പാർട്ടി എന്ന് വരെ നോക്കൂല. അത്തരം ആളുകൾക്ക് നമ്മുടെ മക്കളിൽ താല്പര്യമൊന്നുമില്ല. ആ കുട്ടികളെ ആകർഷിച്ച് കൊണ്ടുവന്ന ഒരു സ്ഥാപനം വളർത്തി കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. എന്തൊക്കെ നന്മ ചെയ്യുന്നു ആ നന്മകളൊക്കെ മുടക്കുന്ന ആളുകളാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തുടങ്ങി വെച്ച മഹത്തായ ദർസ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, മക്കത്തും മദീനത്തൊക്കെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികളുണ്ട്. ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി മക്കത്തുണ്ട്, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാലും മക്കത്തെ പള്ളിയിൽ ദർസുണ്ട്. ഒരുപാട് മുദരിസീങ്ങൾ ദർസ് നടത്തും. ദർസ് ഒരു ഭാഗത്ത് ഖുർആൻ ദർസ് നടക്കും, ഹജ്ജിന് പോകുമ്പോൾ കാണും, ഉംറക്ക് പോകുമ്പോൾ കാണും. ദർസാണത്. ഒരു ഭാഗത്ത് ഖുർആൻ ദർസ് നടക്കും, ഒരു ഭാഗത്ത് ഹദീസ് നടക്കും, ഒരു ഭാഗത്ത് താരീഖ് നടക്കും, ഒരു ഭാഗത്ത് നഹ്വ് നടക്കും. ഇങ്ങനെ എല്ലാ ദർസുകളും ഉണ്ട്. എന്താ കാരണം? അവർക്കും അറിയാം റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്ന ആ ദർസ് നിലനിൽക്കണം. നേരത്തെ ബഹുമാനപ്പെട്ട മൊയ്തീൻ കുഞ്ഞു മാഷ് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു നാട്ടിൽ ദർസ് നടക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർക്ക് സക്കീനത്ത് ഇറങ്ങും. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന. ആരംഭ റസൂൽ പറഞ്ഞ നാട്ടിൽ ശാന്തി വരും. എന്താ കാരണം? അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ ആ നാട്ടിലുണ്ട്, ഇൽമിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഇൽമിനോട് ആദരവുള്ള ആളുകളുണ്ട്, ആലിമിനോടും മുതഅല്ലിമീങ്ങളോടും ആദരവുള്ളവരുണ്ട്. ആരംഭ റസൂൽ ഒരിക്കൽ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ആരാണ്? കുൻ ആലിമൻ, കുൻ ആലിമൻ. മുത്തുനബി പറയാ, പറ്റുമെങ്കിൽ നിങ്ങളൊരു ആലിമാവണം. നിങ്ങളോട് പറയാം, നിങ്ങൾ പെറ്റൊരു കുട്ടിനെ ആലിമാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം. വലിയൊരു കോടീശ്വരനാക്കിയിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, നമ്മളെ മക്കളൊക്കെ വലിയ പണക്കാരാവണമെന്ന് നമുക്ക് മോഹമുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു പണക്കാരനായ മകൻ ബാപ്പാക്കൊരു 10 സെന്റ് എഴുതി കൊടുത്ത് നിങ്ങൾ കേട്ടണോ എവിടെങ്കിലും? മകൻ കുറേ സ്വത്തുണ്ടായപ്പോ എന്നാ 10 സെന്റ് ബാപ്പാക്ക് കൊടുക്കട്ടെ. ബാപ്പാന്റെ സ്വത്തിന്റെ ഇങ്ങോട്ട് വാങ്ങും, അതിൽ വിട്ടുവീഴ്ചയുണ്ടാവില്ല. പക്ഷെ മകൻ ഒരു വലിയ പണക്കാരനാകുമ്പോൾ ഇഷ്ടംപോലെ മുതലുണ്ടാവുമ്പോൾ എന്നാ എന്റെ ഒരു കട അല്ലെ, ഒരു കോംപ്ലക്സ് എന്റെ ബാപ്പാന്റെ പേരിൽ എഴുതട്ടെ, മറ്റേ കോൺഗ്രസിന്റെ ഉമ്മാക്ക് ഒരിക്കലും കൊടുത്തിട്ടുണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നത്. പിന്നെന്താ നമുക്ക് അവിടെ കാര്യം? പിന്നെന്താ അവിടെ പ്രയോജനമുള്ളത്? നേരെ മറിച്ച് നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന മക്കള്, ഈ കച്ചവടക്കാരനായാലും കൃഷിക്കാരനായാലും ബിസിനസ്സുകാരനായാലും ഡ്രൈവറായാലും ദീനുള്ള ഇൽമുള്ള ദ്വാരക്കണ മക്കളുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഇപ്പൊ എല്ലാവരും ആലിമീങ്ങളായ ഉസ്താദുമാരാവണമെന്നില്ല, ഇൽമു പഠിക്കണം. എന്നിട്ട് അവർക്ക് ചിലപ്പോൾ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടോ മറ്റു വഴിയിലേക്ക് തിരിയേണ്ടി വരും. പക്ഷെ എന്നാലും അവർ ഉള്ളുന്നത് പോല. അവർ ഭൗതിക സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നവരായാലും, ഒരു ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറായാലും, അതുപോലെ തന്നെ ഒരു കൃഷി ചെയ്യുന്ന ആളായാലും, ഒരു കച്ചവടക്കാരനായാലും, അടിസ്ഥാനപരമായ ഇൽമിന്റെ പ്രകാശം ആ കുട്ടിന്റെ കൽവിലുണ്ടോ ആ കുട്ടി പിഴക്കൂല, ആത്മീയത നഷ്ടപ്പെടൂല എവിടെ പോയാലും, അല്ലേ? കാരണം ഒരു ആലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അവരെ ദൗത്യം ആ ഉസ്താദി തങ്ങൾ തന്നെ പറഞ്ഞാണ്. നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ കൽബിൽ പണിയെടുക്കുന്ന ആളാന്നുള്ള ദറജുണ്ട്. രണ്ടാമത്തത് അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തികളാണ് പണ്ഡിതന്മാർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന്, ആ ദീന് ജനങ്ങളുടെ കൽബിലേക്ക് എത്തിക്കുന്ന മധ്യവർത്തികളാണ്, വസീലയാണ്. വസീലത്തുൻ ബൈനല്ലാഹി വ ബൈനന്നാസ്. അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും ഇടക്കുള്ള വസീലയായി, അള്ളാഹുവിന്റെയും ജനങ്ങളുടെ മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഭാഗ്യത ഒരു മുഅല്ലിമിന്റെ സൗഭാഗ്യമാണ്, ഒരു ഉസ്താദിന്റെ സൗഭാഗ്യമാണ്. അവരൊരു മീഡിയേറ്ററാണ്, അവരൊരു മധ്യവർത്തിയാണ്. ആരുടെ ഇടയിൽ? അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ. അള്ളാഹിനെ പറ്റി സൃഷ്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ദീനിനെ പറ്റി സൃഷ്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇവരെ പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത് ആലിമാണ്. അതാണ് ആ ദൗത്യം, വസീലയാണ് അവൻ, വലിയ ദൗത്യമാണ്. അതുകൊണ്ട് കുൻ ആലിമൻ, പറ്റുമെങ്കിൽ നീ ഒരു ആലിമാവണം. ആരംഭ റസൂൽ പറഞ്ഞു. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഇൽമു പഠിക്കുന്ന കുട്ടിയാവണം. നമുക്ക് കാണാൻ പറ്റും, കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ ധാരാളം കണ്ടത്, പ്രായമുള്ള ആളുകൾ വന്ന് തഫ്സീറും മിസ്കാത്തും ഓതാ, മുതഅല്ലിമീങ്ങളെ പോലെ.
മുതഅല്ലിമീങ്ങളെ പോലെ പ്രായമുള്ള 50, 60, 70 വയസ്സൊക്കെ ഉള്ള ആളുകൾ വന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ ദർസ് നടക്കണേ കാണാം. കളരാന്തിരി ഞാൻ ഓതിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ദർസ് കഴിഞ്ഞാൽ നാട്ടുകാർ വരും, കുറെ മാഷന്മാരും അതുപോലെ തന്നെ കുറെ കച്ചവടക്കാരും. എന്നിട്ട് അവരിങ്ങനെ കിതാബ് ഓടും. എന്തിനാണ്? മുതഅല്ലിമായിട്ട് മരിക്കണം. അത് സ്വർഗം ഉറപ്പുള്ള സംഗതിയാണ്. ഇൽമിനോട് മഹബത്തുണ്ടായി ഇൽമു പഠിക്കുന്നവനായിട്ട് മരിക്കണം എന്ന് കരുതി കോടങ്ങാട് ഞാൻ ഓതിയതാണ്. അപ്പം വലിയ ദർസുണ്ട് അവിടെ. എൻ്റെ അഭിവന്യനായ കാപ്പമ്പർ മുസ്ലിയാർ നമ്പറുള്ളാഹു മർക്കദഹു മഹാനവർക്കാട് ദർസ് നടത്തുമ്പം 2ാം മുദരിസുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ധാരാളം നാട്ടുകാർ വന്ന് കിതാബ് ഓതും. വയസ്സന്മാർ അവരോട് ചോദിച്ചാൽ പറയും എന്തിനാണ്? മുതഅല്ലിമായിട്ട് മരിക്കാനാണ്. അങ്ങനെയൊക്കെ ഇൽമിനോട് വല്ലാത്തൊരു സ്നേഹം. കാരണം ഇൽമു പഠിക്കുന്ന ഒരു കുട്ടി ആ സമയത്ത് മരിച്ചാൽ ഓൻ സ്വർഗത്തിലാണ് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൽമ എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഇൽമു പഠിക്കാൻ നമ്മുടെ കൽബ് പാകപ്പെട്ട് വരണം. ഇൽമു പഠിക്കാൻ കൽബ് പാകപ്പെട്ട് വരണം. അതെങ്ങനെയാണ്? എല്ലാവർക്കും പറ്റാത്തൊരു സംഗതിയാണ്. എല്ലാവരും കൽബിൽ ഇൽമു നിൽക്കൂല. അത് അള്ളാഹുവിന്റെ നൂറാണ്. ആ നൂറ് കൽബിൽ നിൽക്കണമെങ്കിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. എന്താണെന്നറിയോ? നമ്മുടെ കൽബ് അതിന് പാകപ്പെടണം. അതിനേതുപോലെ ഒസാലിമാമൊക്കെ പറയുന്ന ഉദാഹരണം, നമ്മുടെ ആരോഗ്യപരമായി നമുക്കൊരു കുഴപ്പമില്ല. ആരോഗ്യപരമായിട്ട് കുഴപ്പം വന്നാൽ ചെറിയ കുട്ടികൾ മണ്ണ് തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് ചോദിക്കണം ഒസാലിമാം. അല്ലെ, കുട്ടിയൊക്കെ എന്തെങ്കിലും അസുഖം ബാധിച്ച എൻ്റെ വൈറ്റമിൻ്റെ കുറവോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ മണ്ണൊക്കെ വാരിത്തുന്നു. അല്ലെ, ചീത്ത സാധനങ്ങൾ വാരിത്തുന്നു. എന്താ കാരണം? അപ്പൊ കുട്ടിക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടിക്ക് ആരോഗ്യപരമായി എന്തോ പ്രശ്നങ്ങളുണ്ട്, എന്തോ കുറവുണ്ട് ശരീരത്തിൽ. അങ്ങനെ കുറവുണ്ടാകുന്ന സമയത്താണ് മണ്ണ് ശുദ്ധമാകുന്ന അവസ്ഥ. നിങ്ങളെ കൽബിൽ ഈമാനുണ്ട്, നിങ്ങളെ പ്രകൃതി അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു പ്രകൃതിയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോടും ഇൽമിനോടൊക്കെ ഭയങ്കര ബഹുമാനം ഉണ്ടാവും. ആ ബഹുമാനം നിങ്ങളെ കൽബിലുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈമാൻ നിങ്ങളെ കൽബിലുണ്ട്. നിങ്ങൾക്ക് നിസ്കാരത്തിനോട് താല്പര്യമില്ല, ഖുർആൻ ഓതാൻ താല്പര്യമില്ല, ഖുർആൻ പഠിക്കാൻ താല്പര്യമില്ല, ചില സൂറത്തുകളൊക്കെ മനഃപ്പാഠമാക്കണ്ടേ, തബാറക്ക പോലെ അത് കവർന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അരമ്പ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വദിത്തു ലൗ കാന ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ. തബാറക സൂറത്ത് എല്ലാ മോമിനായ മനുഷ്യന്റെയും ആണിന്റെയും പെണ്ണിന്റെയും കൽബിൽ മനഃപ്പാഠം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ ആശിച്ചു പോവാണ്. എന്തേ നബിയെ? നബിക്ക് ജനങ്ങളോട് ഉമ്മത്തിനോട് വല്ലാത്ത ഇഷ്ടമാണ്. വഫാത്തിന്റെ സമയത്ത് വരെ ഉമ്മത്തി എന്ന് പറഞ്ഞ നബിയാണ്. ആ നബിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഒരു വസൂരിക്കാനുള്ള ഒരാൾ വന്നു, ഭയങ്കര ദുർഗന്ധം ഉണ്ടായിരുന്നു. വസൂരിന്റെ മുറികൾ കണ്ടണോ അറിയില്ല, വസൂരിന്റെ മുറിയിൽ നിന്ന് ഇങ്ങനെ ചലം വരും, വല്ലാത്ത മണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഭക്ഷണം കഴിക്കുമ്പോൾ അയാളിങ്ങനെ വന്ന് വാതിൽക്കൽ നിന്നു. അപ്പൊ തന്നെ സ്മെല്ല് അടിച്ചു. അപ്പൊ ചില സഹാബത്തിനൊക്കെ ഭയങ്കര പ്രയാസമായി. അപ്പോൾ അദ്ദേഹം വന്ന് ഇരുന്നപ്പോൾ തൊട്ടടുത്തുള്ള ആൾ എണീറ്റ് പോയി. ഇരിക്കാൻ കഴിയില്ല, കാരണം ഈ വസൂരിന്റെ കല എന്ന് ഭയങ്കര മണാണ്. അത് നബിക്ക് വലിയ പ്രയാസമാണ്. നിബിധങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വിളിച്ചു, അവിടെ ഇരിക്കുന്നത് തുട കാണിച്ചു, അവിടെ ഇരുത്തി കഴിച്ചോളൂ ഭക്ഷണം എന്നാണ്. അവരിങ്ങനെ വട്ടത്തിലിരുന്നുള്ള കഴിക്കുക. അദ്ദേഹം മടിച്ചെങ്കിലും നബിയുടെ കാൽമേൽ ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താ നബിക്ക് മണക്കാത്തത്? എന്താ നബിക്ക് മണക്കാത്തത്? ഉമ്മാക്ക് കുട്ടികളെ മണക്കൂല. ശ്രദ്ധിച്ചോ? മക്കൾ എത്ര മോശമായാലും, മക്കൾക്ക് എത്ര മുറി ഉണ്ടായാലും, മക്കൾ കാഷ്ടിച്ചാലും ഉമ്മാക്ക് മണം വരില്ല. അതുപോലെ ഉമ്മാനേക്കാൾ സ്നേഹമാണ് നബിക്ക്. നബിക്ക് മണക്കൂല. അവനാന്റെ കുട്ടികൾ എത്ര ചീഞ്ഞാലും ഉമ്മാക്കും ബാപ്പാക്കും മണക്കൂല. അത് മക്കൾക്കറിയില്ല, കുട്ടികൾക്കറിയില്ല. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉമ്മ നിങ്ങളെ കാഷ്ടമൂത്രം വൃത്തിയാക്കി. എപ്പോഴെങ്കിലും ഉമ്മ മൂക്ക് പിടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ന് പറയണ കണ്ടിട്ടുണ്ടോ? ഉമ്മക്കത് മണക്കൂല. അത് സ്നേഹമാണ്. സ്നേഹം കൊടുമ്പിരി കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പൊ ആ വസൂരിക്കല മണത്തു മറ്റുള്ളവർക്ക്. നബി തങ്ങൾക്ക് ആ മുറിയിൽ നിന്ന് വരുന്ന നീരിന്റെ ദുർഗന്ധം ഉണ്ടായി. നബിന്റെ തൊടയോട് ചേർത്തി ഇരുത്തിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അതേപോലെ മറ്റൊരു സമയത്തുണ്ടായി. അദ്ദേഹം വാതിക്കൽ നിന്നിട്ട് പറയും, ഇങ്ങോട്ട് തന്നാൽ മതി, ഞാനാണ് വരുന്നില്ല. ആളെ മേത്ത് മുറിയുണ്ടായി. അദ്ദേഹം വന്നിരിക്കൂ സ്നേഹിത, എൻ്റെ കൂടെ ഇരിക്കൂ. നബിന്റെ അടുത്ത് ഇരുത്തി. അത് മറ്റേ കുഷ്ഠരോഗിനെ, വിരല് നഷ്ടപ്പെട്ട ഒരാളെ ഞാനിപ്പോൾ ആ കൂട്ടത്ത് പോയിട്ട് എല്ലാവരും ഒരു പ്ലേറ്റ് നിന്നാ തിന്നുക. അറബികൾ അന്നൊന്നും ഇങ്ങനെയാണ്, ഒരു പ്ലേറ്റ് നിന്നാ തിന്നുക. അപ്പൊ ഈ വിരലില്ലാത്ത മനുഷ്യൻ വിരലൊക്കെ മുറിഞ്ഞു പോകും കുഷ്ഠരോഗം ബാധിച്ചാൽ. അപ്പൊ അത് മടിച്ചിട്ടാണ് വാതിക്കൽ നിന്നു, എനിക്കുള്ള ഫുഡ് ഇങ്ങോട്ട് തന്നോളൂ, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം. നബി അവന് പറ്റില്ല, ഇവിടെ വന്നിരിക്കുക, ഞങ്ങളെ കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുക. നബി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിങ്ങനെ ഭക്ഷണത്തിൽ കുത്തി കഴിക്കുന്നു. നബിക്ക് എന്തേ പ്രയാസം തോന്നാത്ത? അന്തവും
സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മുൻ. നബിയെ തങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണോ? അം അബുൻ, അതല്ല ഞങ്ങളുടെ ബാപ്പയാണോ? മാ റഅയ്നാ ഫീഹിമാ, ഉമ്മയിലും ബാപ്പയിലും അത്ര വലിയ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഉമ്മയിൽ നിന്ന് കിട്ടിയിട്ടില്ല, ബാപ്പയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത്ര വലിയ സ്നേഹമാണ് നബിയെ തങ്ങളിൽ നിന്ന് കിട്ടിയത് എന്ന് വർണ്ണിക്കുന്ന മഹത്തായ കവിത. അതന്നെയായിരുന്നു സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു മുതഅല്ലിമാണ്, ഒരിക്കൽ ആലിമാവണം, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ മുതഅല്ലിമാവണം, ഔ മുസ്തമിഅൻ. ഒരു മുതഅല്ലിമായി പഠിക്കാൻ പറ്റൂലെങ്കിലും ഇതുപോലെ ഇൽമു പറയുമ്പോൾ അവിടെ വന്നിരുന്ന് കേൾക്കണം. ഒരു ശ്രോതാവാവണം, ഒരു നല്ല ലിസണറാവണം, നല്ല കേൾവിക്കാരനാവണം. ഇൽമു പറയുമ്പോൾ അങ്ങനെ കേട്ടിരിക്കുക. മൂന്നാമത്തതാ, ഒന്നിരിക്കൽ നീ ആലിമാവണം, അല്ലെങ്കിൽ മുതഅല്ലിമാവണം, ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ ഇൽമു പറയുമ്പോൾ അതിനോട് അനുകമ്പ പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ വന്നിരുന്ന് കേൾക്കണം. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കണം. മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കണം, ഇൽമിനെ സ്നേഹിക്കണം. അവരെ ദൗത്യം വളരെ വലുതാ. ശമ്പളം മാത്രമേ കുറവുണ്ടാവും, പക്ഷെ അവർ ചെയ്യുന്നത് പളുങ്കുപോലെ പരിശുദ്ധമായ മക്കളെ കൽബിലേക്ക് ഈമാനും ഇൽമും കൊടുക്കുന്ന പണിയാണ് അവർ ചെയ്യുന്നത്. സമൂഹത്തിനെ മാറ്റിയെടുക്കുന്ന പണിയാണ് അവർ ചെയ്യുന്നത്. മനുഷ്യരെ നന്മയിലേക്ക്, മൃഗീയതയിൽ നിന്ന് സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്ന പണിയാണ്. അതുകൊണ്ട് നിനക്ക് ശരിക്കും ബോധമുണ്ടെങ്കിൽ നിനക്ക് അവരോട് സ്നേഹം ഉണ്ടാവും. നാലാമത്തെ, നീ അവരെ സ്നേഹിക്കുന്നവരാവണം. വലാ തകുൻ ഖാമിസാ, നീ ഒരു അഞ്ചാമത്തെ ആളാവരുത്. ഈ 4ൽ പെടണം. ഇരിക്കൂറ് കാണാം, ദർസിലേക്ക് വരുമ്പോൾ ചോക്ലേറ്റ് വാങ്ങി വരുന്ന ആൾക്കാരും സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഇതിന്റെ മുതഅല്ലിമീങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് കൊടുക്കും ആ കാലത്ത് നാട്ടില്. അതുപോലെ മുതഅല്ലിമീങ്ങളെ പള്ളിയിൽ കണ്ടാൽ വേഗം പോയി ഫ്രൂട്ട്സ് കടയിൽ പോയി ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുന്ന് മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ റൂമിൽ കൊടുന്ന് കുട്ടിയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു പറയും. എല്ലാ ആഴ്ചയും കൊടുക്കുന്ന ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്, അതുപോലെ പലതും ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. മുതഅല്ലിമീങ്ങളെ കാര്യം പറയും. ഇന്നിപ്പോൾ മുതഅല്ലിമീങ്ങൾ ഇന്നിങ്ങനെ ഒരു പരിപാടിയുണ്ട്. ദൂരത്തുനിന്ന് വരുന്ന, വയനാട്ടിൽ നിന്നും പേട്ടക്കുന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. രക്ഷിതാക്കളൊക്കെ ദൂരെ നിന്ന് വരാൻ, അവർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾ, ചെറുപ്പക്കാർ, കുട്ടികൾ ഇറങ്ങി. ആ കുട്ടികൾ ഇറങ്ങി നിങ്ങൾക്ക് വേണ്ട ഫുഡുകളൊക്കെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മജ്ലിസും അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ നിലക്ക് അതിനവർ സംവിധാനം ചെയ്തു. അതുപോലെ ദർസിൻ്റെ ഏത് കാര്യം പറഞ്ഞാലും ബഹുമാനപ്പെട്ട ശിഹാബ്, അതുപോലെ ഞങ്ങളെ കൂടെ എപ്പോഴും ഓടി നടക്കുന്ന റിയാസ്, ഓടിയെത്താൻ വിളിച്ചാൽ ഉടനെ വിളിപ്പാടകലെ ഓടിയെത്തി എന്ത് വേണം കുട്ടികൾക്ക് വേണം അതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു കുറവും വരുത്തരുത്. അത് മഹല്ല് കമ്മിറ്റിയുടെ പ്രത്യേക നിർദ്ദേശം. ദർസിനും ദർസിലെ കുട്ടികൾക്കൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് വളരെ സജീവമായി കമ്മിറ്റിയും ഓഫീസേഴ്സും ഒക്കെ വളരെ വളരെ നല്ലൊരു സ്നേഹം, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വലിയ സ്നേഹം ദർസിനോട് കാണിക്കുന്നവരാണ്. ദർസ് മാനേജിംഗ് കമ്മിറ്റി എന്നുള്ള പേര് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ആ പേരിന് അർഹമായ രീതിയിൽ ദർസിനെ പരിപാലിക്കുന്നവർ. അവരാഗ്രഹമായിരുന്നു ഇവിടെ തുടർന്ന് ദർസുണ്ടാവണം, കുട്ടികൾക്ക് ദർസിൽ പഠിച്ചൊരു രേഖ, ഒരു സനത് അവർക്ക് കൊടുക്കണം എന്നൊക്കെ വരെ മോഹമുണ്ടായിരുന്നു. ഇന്ന് അത് പൂവടിഞ്ഞ ഒരു നിമിഷം. അതിന് സന്തോഷമാണ് നേരത്തെ സെക്രട്ടറി ഇവിടെ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ ഈ നാടിന്റെ പാരമ്പര്യം ഇത്ര മനോഹരമായത് പ്രബലമായ അഭിപ്രായത്തിൽ സ്വഹാബാക്കൾ കിടക്കുന്ന സ്ഥലമാണ് നിലാമറ്റം. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഏറെക്കുറെ അത് പറയാൻ പറ്റും. ബഹുമാനപ്പെട്ട ചരിത്ര പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത് സ്വഹാബാക്കൾ അടക്കമുള്ള ആളുകൾ കിടക്കുന്ന സ്ഥലമാണ്, ശുഹദാക്കളുള്ള സ്ഥലമാണ്. അത് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ മനസ്സിന്റെ തണുപ്പ് അനുഭവപ്പെടും. മഹാന്മാരുടെ സാന്നിധ്യം. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇസ്ലാം വന്ന നാട്, ഒരുപാട് പാരമ്പര്യമുള്ള മഹൽ സംവിധാനം, ഇതൊക്കെ ഉള്ള നാട്ടിൽ കുന്നുമല തങ്ങന്മാര്, അവിടെയും ഒരുപാട് മഹാന്മാർ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ ജുമഅത്ത് പള്ളിയുടെ പരിസരത്ത് അനവധി മഹാന്മാരുണ്ട്. ഇങ്ങനെ ഏറെ മഹത്തുക്കൾ കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഏറെ മഹത്തുക്കൾ ജീവിച്ച ഒരു സ്ഥലമാണ്. നിങ്ങൾ കണ്ട ആളുകളുണ്ട്, ഒരുപാട് നല്ല മനുഷ്യർ. നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾ, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്ന കൂലിപ്പണിക്കാരുണ്ട്, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്. എൻ്റെ അലോകത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്. ഓരോ ദിവസം എത്ര ഖുർആൻ ഓതാന്ന് കണക്കുണ്ട്. ഓ രാത്രി ഓടി ചിലപ്പോൾ വരെ 11 മണിയാവും. ഉമ്മ ഭക്ഷണം എടുത്ത് ഇങ്ങനെ കാത്തുക്കും. ഉമ്മാനോട് പറയും, ഉമ്മ ഞാൻ ഓതിയിട്ടില്ല, എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ഓതിക്കട. അമ്മക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കുക എന്നുള്ള ചിന്തയാണ്. ഇപ്പോഴും ഉമ്മ വിളിച്ചാൽ എന്താ ചോദിക്കുക, എൻ്റെ കുട്ടി എന്തെങ്കിലും കഴിച്ചോന്നാണ്. അത് ഉമ്മാന്റെ മനസ്സാണ്. അപ്പൊ ഉമ്മ പറയും, നീ ഭക്ഷണം കഴിച്ചോ? ഇല്ലമ്മ, ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഓതാൻ കഴിയൂല എന്ന് പറഞ്ഞ് 11 മണിക്ക് വന്നാലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ടാക്കി ഖുർആൻ ഒരു ജുസു ഓതി പിന്നെ ഭക്ഷണം കഴിച്ചിട്ടേ കിടക്കുള്ളൂ. അങ്ങനത്തെ എത്ര മനുഷ്യന്മാരുണ്ട്. അതൊക്കെ മഹാന്മാരാണ്. അവരൊക്കെ കൽബിലെ ഈമാൻ പ്രകാശിക്കാണ്. എല്ലാവരും നല്ല വേഷം ധരിച്ച, വെള്ള വസ്ത്രം ധരിച്ച ആൾക്കാരാവണം എന്നില്ല.
അങ്ങനത്തെ ഒരുപാട് നാടന്മാരെ സാധാരണക്കാരെ കൂട്ടത്തിൽപ്പെട്ട അനവധി മഹാന്മാർ ജീവിച്ച നാടാണിത്. അതുകൊണ്ട് ഈ നാടിന്റെ പാരമ്പര്യം, ഈ നാടിന്റെ പൈതൃകം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. സമ്പൂർണമായി ഈ ദീനിന് നേതൃത്വം നൽകുന്ന മഹല്ല് കമ്മിറ്റിയോട് സഹകരിച്ച് എല്ലാ നല്ല കാര്യങ്ങൾക്കും സഹകരിച്ച് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വഴിതെറ്റി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവരും. മറ്റു മഹല്ല് പോലെ ആവരുത് നമ്മുടെ മഹല്ല്. ഇത് നിലാമുറ്റം 100 പ്രകാശിക്കുന്ന നാടാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ആ ബോധം ഉണ്ടാവണം. ദീനിയായി മക്കളെ ധാരാളം പഠിപ്പിക്കണം. ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മക്കൾ എവിടെ എത്തൂല. അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ്. ഈ ആത്മീയ വിദ്യാഭ്യാസമാണ് നമ്മളെ എല്ലാ തിന്മയിൽ നിന്നും പിടിച്ചു നിർത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ തിന്മകളാണ്, നമ്മൾ കേൾക്കുന്ന തിന്മകളാണ്, പത്രം എടുത്ത് നോക്കിയാൽ തിന്മകളാണ്. ഉമ്മയെ വെട്ടിക്കൊന്നു, പിതാവിനെ വെട്ടിക്കൊന്നു, സ്നേഹിതനെ റാഗിങ് നടത്തി, അല്ലെ, കമ്പോസ് കൊണ്ട് ശരീരത്തിലാകെ കുത്തി മുറിവേൽപ്പിച്ചു, അല്ലെ, ചവിട്ടി മരിച്ചു ഒരു സഹപാഠി മറ്റൊരു സഹപാഠിയെ. ഇതെല്ലാം കണ്ടും കേട്ടും വളർന്ന് മനസ്സ് മരവിച്ച ഒരു തലമുറ ഇവിടെ വളരുന്നുണ്ട്. ആ തലമുറക്ക് ഈമാനിന്റെ വെളിച്ചം, ഇൽമിന്റെ വെളിച്ചം കൊടുത്ത് അതല്ല മനുഷ്യധർമ്മം, അതൊക്കെ തിന്മകളാണ് എന്ന് പഠിപ്പിക്കുന്ന, അതിനെ തൊട്ടൊക്കെ തോപ ചെയ്തു മടങ്ങുന്ന ഒരു നല്ല, അവർക്കൊക്കെ വെളിച്ചം കാണിക്കാൻ സന്നദ്ധരായ യോഗ്യരായ നല്ല ഒരു തലമുറ നമുക്കുണ്ടാവണം. നമ്മുടെ മക്കള് എപ്പോഴാണ് കോലന്മാരാന്ന് അറിയില്ല. പടച്ച റബ്ബ് കാക്കട്ടെ. നമുക്ക് കഴിയുന്നത്ര ഇൽമ അവർക്ക് കൊടുക്കണേ. സംവിധാനം വേണം, ക്ലാസ്സുകൾ നടത്തണം. പണ്ട് 10 വർഷം ഞാനുള്ള ആ 10 വർഷവും ഞാൻ ഇവിടെ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ആരും അങ്ങനെ പറയുന്നില്ല, ക്ലാസ് വേണമെന്ന് പറയുന്നില്ല. കാരണം ഈ മൊബൈലിന് അഡിക്ഷൻ, വയസ്സത്തികളും വയസ്സന്മാരടക്കത് തോണ്ടുകയാണ്. ഇവിടെ പറയും കുട്ടികളെ മൊബൈലിൽ നോക്കരുത് അറിയും. അത് ഇവിടെ നടപ്പാനാണ്. വെല്ലിമ്മ അടക്കം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വളരെ ത്യാഗം ചെയ്താണ് വരുന്നത്. മലപ്പുറം ജില്ലയുടെ അങ്ങേ അറ്റത്തുനിന്ന് ഈ ദർശനോടുള്ള മഹബത്ത്, നിങ്ങളോടുള്ള സ്നേഹം ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഇന്ന് അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മരണം വീട്ടിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. 3 മണിക്ക് മലപ്പുറം ജില്ലയിൽ ആ മരണ വീട്ടിൽ പങ്കെടുത്ത് ഈ തിരക്ക് പിടിച്ച റോഡിലൂടെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഓടിയിട്ടാണ് നമ്മുടെ മഹലിലെത്തിയത്. നമ്മളോടുള്ള മഹബത്താണ്, ദീനോടുള്ള മഹബത്താണ്. ഇവരൊക്കെ രാവും പകലും, ഇന്നലെ മിനിയാന്നത്തെ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ, ഒരു നല്ലൊരു സംരംഭത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തനവുമായി ഗൾഫിലേക്ക് പോയതാണ്. ഇനി നാളെ മറ്റന്നാളെ ഇനിയും പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വിദേശത്തും നാട്ടിലുമായി ഒഴിവില്ലാതെ ആരോഗ്യ സമയം മുഴുവനും ദീനു വേണ്ടി ചെലവഴിക്കുന്ന മഹാന്മാരായ സാദാത്യങ്ങൾ, ആ പാണക്കാട് സാദാത്യങ്ങളിൽപ്പെട്ട മഹാനവറുകളാണ് ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹമാണ് അസ്മാഉൽ ഹുസ്നക്ക് നേതൃത്വം നൽകി, നമുക്ക് അതിനു മുമ്പ് നസീഹത്ത് നൽകി ദുആ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ദുആ ഞങ്ങൾ പാലോട്ട് പള്ളി ഇതുവരെ എല്ലാ കാലവും ഒരു ഉറൂസിന് പോലും അദ്ദേഹം വരാതിരിക്കലില്ല. അദ്ദേഹത്തിൻ്റെ ദുആ അത്രയും അനുഭവമാണ് ജനങ്ങൾക്ക്. വല്ലാത്തൊരു അനുഭവം, വല്ലാത്തൊരു ഫലം കാണുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ടവർ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ സദസ്സിൽ അദ്ദേഹം വന്നു ചേർന്നു. അൽഹംദുലില്ലാഹ്, വലിയൊരു സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകളുടെ നസീഹത്തും അത് കഴിഞ്ഞാൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയുള്ള ദുആവുമാണ്. നമ്മുടെ സമയം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ നസീഹത്തിന് മുമ്പ് എന്തെങ്കിലും കുട്ടികളുടെ 1-2 പരിപാടികൾ, തങ്ങൾക്ക് റെസ്റ്റ് വേണമല്ലോ, എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത തങ്ങളുടെ നസീഹത്ത് ആരംഭിക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.